എന്താണ് ഇവിടെ ഒരു ബഹളം? മാറിപ്പോകാൻ. രണ്ടു മൂന്ന് ആളുകൾ അച്ഛനെ കാണാൻ വന്നിരിക്കുന്നു. അങ്ങനെയോ? ആരാണവർ? കണ്ടിട്ട് ഏതോ ഒരു നാട്ടിൻ പുറത്തുകാരാണെന്ന് തോന്നുന്നു. ശരി അബ്യാരെ, അവരോട് ഇങ്ങോട്ട് വരാൻ പറയും. എന്താണ് കാര്യം? നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അച്ചോ, ഈ അത്യാപത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. കാര്യം പറയും. നമ്മുടെ എല്ലാം രക്ഷകൻ ദൈവം തമ്പുരാനാണ്. അവിടുത്തെ കൃപ കൂടാതെ യാതൊന്നും നടക്കില്ല. അച്ചോ, രക്തദാഹിയായ ഒരു രക്ഷി ഞങ്ങളുടെ എല്ലാ സൗകര്യവും സമാധാനവും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ അവൾ പലരെയും കൊന്നു തിന്നു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെയെല്ലാം കൊല്ലുന്നതിന് മുമ്പ് അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണം അച്ചോ. ഓഹോ, അവൾ അത്രയ്ക്കും ഭയങ്കരിയാണോ? അതെ അച്ചോ, അവൾ പകൽ സമയത്ത് പോലും ആരെയും വെറുതെ വിടുന്നില്ല. നാട്ടുകാർ എല്ലാവരും ആകെ പേടിച്ച് ഭയപ്പെട്ടിരിക്കുകയാണ്. കാരണത്താൽ ആർക്കും പുറത്തേക്ക് പോകാൻ കഴിയാതെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് അച്ചോ. ഓഹോ, അവൾ അത്രയ്ക്കും ഭയങ്കരയാണെന്നർത്ഥം. എങ്കിൽ നമുക്ക് വഴിയുണ്ടാക്കാം. നിങ്ങൾ സമാധാനമായി പോയിക്കൊള്ളും. മതി അച്ചോ, ഞങ്ങൾക്ക് സമാധാനമായി. ഇതിന് ഞങ്ങൾ എന്ത് പ്രതിഫലമാണ് അങ്ങേക്ക് തരേണ്ടത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ നല്ല മനസ്സിന്റെ പ്രാർത്ഥനയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. ശരി അച്ചോ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ചേട്ടാ, നീ ഇങ്ങോട്ട് നോക്കിക്കേ. ഇങ്ങോട്ട് നോക്കൂ മത്തായി ചേട്ടാ. നീ ഇങ്ങോട്ട് നോക്കൂ. ഞാനാ വിളിച്ചേ. നീ ഏതാ പെണ്ണെ?
ഈ സന്ധ്യ സമയത്ത് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അതോ ചേട്ടാ, എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ പോകാൻ പേടിയാ. ചേട്ടന് എന്റെ കൂടെ ഒന്ന് വരാമോ? അതാണോ? എങ്കിൽ വാ. വീട് എവിടെയാ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുപോയി ആക്കാം. പോരെ? അതെ, നമുക്ക് ഇത്തിരി നേരം ഇരുന്ന് വിശ്രമിച്ചിട്ട് പോയാലോ മത്തായി ചേട്ടാ? എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. മത്തായി ചേട്ടാ, ചുണ്ണാമ്പുണ്ടോ കയ്യില്? ചുണ്ണാമ്പോ തരാലോ. എന്നെ കൊല്ലാൻ വന്നു. അവൾ എന്റെ പിറകെ ഉണ്ട്. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. തിരുമേനി, തിരുമേനി, ദേ ഇങ്ങോട്ട് നോക്കിക്കേ. ഇങ്ങോട്ട് നോക്കൂ തിരുമേനി. ഹായ് ഹായ്, കുട്ടി ഏതില്ലത്യാ. എന്താ കുട്ടിയുടെ പേര്? ഈ അസമയത്ത് കുട്ടി ഒറ്റയ്ക്ക് എങ്ങടാ യാത്ര? അതെ, ഞാൻ കഥകളി കാണാൻ പോകാം. പക്ഷെ എന്റെ കൂടെയുള്ളവരൊക്കെ എന്നെ ഒറ്റയ്ക്ക് വിട്ട് കടന്നു കളഞ്ഞു. അവർ വേഗം നടന്നു പോയി തിരുമേനി. ഓഹോ, അങ്ങനെയോ? നോമും അങ്ങോട്ട് തന്നെയാ. നോമിനൊരു കൂട്ടായല്ലോ. മിണ്ടിയും പറഞ്ഞൊക്കെ അങ്ങട് നടക്ക. ആട്ടെ തിരുമേനി, ഒന്ന് നോക്കാൻ തിരുമേനിയുടെ കയ്യിൽ ചുണ്ണാമ്പുണ്ടോ? ഹൈ, ചുണ്ണാമ്പോ തരാലോ. വാ, ഇങ്ങടെ അടുത്തേക്ക് വാ. ഏയ്, ഒറ്റയ്ക്കാണോ? ആയിരുന്നു. ഇപ്പോൾ നീയും കൂട്ടിനുണ്ടല്ലോ. എങ്കിൽ ഞാനും കൂടെ പോരട്ടെ? വിരോധമില്ല, പക്ഷെ എപ്പോഴും നിന്റെ കൂടെ തന്നെ നിൽക്കണം. മുമ്പ് പലരും ഇതേപോലെ പറഞ്ഞിരുന്നു. പക്ഷെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞു. അവരുപേക്ഷിച്ചതാണോ അതോ നീ അവരെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു? ആട്ടെ, ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് തരാമോ? ഓ, അതിനെന്താ? ചുണ്ണാമ്പ് മാത്രം മതിയോ? വേണമെങ്കിൽ എല്ലാ കൂട്ടവും തരാം. വേണ്ട, ഇച്ചിരി ചുണ്ണാമ്പ് മാത്രം മതി. എന്നാലേ ഇങ്ങടുത്ത് വാ.
പെൺകുട്ടി. ഇവളൊരു അനാഥ പെൺകുട്ടിയാണ്. എങ്കി കുറച്ചു കാലം എന്റെ കൂടെ താമസിക്കട്ടെ. ഒറ്റക്കുള്ള ജീവിതം ഞാൻ മടുത്തച്ചോ. പോരെങ്കി എനിക്ക് വയസ്സുമായില്ലേ. എന്നാൽ അങ്ങനെ ആകട്ടെ, ഒരു വിരോധവുമില്ല. അമ്മായിക്ക് സഹായത്തിന് ഒരാള് വാങ്ങല്ലോ. പിന്നെ ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്, നാളെ മടങ്ങി എത്തിക്കൊള്ളാം. ശരി അച്ചോ, അങ്ങനെ ആവട്ടെ. പിന്നെ മോളെ പറ്റി ഞാനൊന്നും ചോദിച്ചില്ല. എവിടെയാ മോളുടെ വീട്? മുത്തശ്ശി, ഞാൻ കള്ളിയങ്കാട്ട് മനയിലെ ഒരു പെൺകുട്ടിയാണ്. പിന്നെ എന്റെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു. കളിയും ചിരിയും പാട്ടുമായി ഞങ്ങളങ്ങനെ പാടവരമ്പത്തു കൂടെ ഓടിച്ചാടി നടക്കും. പിന്നെ എന്നതാ പറ്റിയത് മോളെ? പിന്നെ ഞാൻ വളർന്നപ്പോൾ അടുത്ത ഗ്രാമത്തിലുള്ള എന്റെ അമ്മാത്ത കൊണ്ടാക്കി. അവിടെ നിന്നാണ് ഞാൻ എന്റെ വിദ്യ പൂർത്തിയാക്കിയത്. അവിടെയും എനിക്ക് ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു മുത്തശ്ശി.
ആലോചിച്ച് നിക്കണത്. മുത്തശ്ശി, അപ്പോ മോളുടെ കല്യാണം അതിനെ പറ്റി മോളൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. മുത്തശ്ശി, എന്റെ വേളി നിശ്ചയിച്ചതായിരുന്നു. എനിക്ക് ആ ആളെ എന്തിഷ്ടമായിരുന്നുവെന്നോ, ഞാൻ സ്വപ്നം കണ്ടിരുന്ന എന്റെ സുന്ദര പുരുഷൻ. എന്നിട്ട് കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നോ? മുത്തശ്ശി,
രക്തദാഹിയായ കള്ളിയങ്കാട്ട് നീലയായി മാറി. അല്ല, മോള് കരയുകയായിരുന്നോ? എന്ത് പറ്റി എന്റെ മോൾക്ക്? മോൾ ഇനി കരയൊന്നും വേണ്ട. ഇനി മുത്തശ്ശി എന്റെ മോളോട് ഒന്നും തന്നെ ചോദിച്ച് വിഷമിപ്പിക്കില്ല കേട്ടോ. മുത്തശ്ശി, എനിക്ക് ആരും തന്നെ ഇല്ല. ഞാനിപ്പോൾ ഒരു അനാഥ പെൺകുട്ടിയാണ് മുത്തശ്ശി. മോള് വിഷമിക്കണ്ട കേട്ടോ. ഇത് മോളുടെ സ്വന്തം വീടായി കരുതിയാൽ മതി. ശരി മുത്തശ്ശി. കണ്ടില്ലേ മുടി കാട് പിടിച്ച് ജട കെട്ടി കിടക്കുന്നത്? നല്ല പനങ്കുല പോലത്തെ മുടി. മോള് പോയി ആ എണ്ണക്കുപ്പി എടുത്തോണ്ടെന്ന് വന്നേ. മുത്തശ്ശി മുടി വിടർത്തി തരാം. കൊള്ളാം, നല്ല പെൺകുട്ടി. ഇത്രയും വലിയ മുള്ള് തലയിൽ തറച്ചിരുന്നിട്ട് മോളിതൊന്നും അറിഞ്ഞില്ലേ? അത് കാട്ടിൽ വിറകൊടിക്കാൻ പോയപ്പോൾ കുത്തി കയറിയതാണെന്ന് തോന്നുന്നു. എന്റെ പൊന്നു മുത്തശ്ശിയല്ലേ, അതൊന്ന് ഊരിയെടുത്ത് കളഞ്ഞാട്ടെ. അമ്മായി, എഴുന്നേൽക്കമ്മായി. ഓഹോ, അവൾക്ക് അത്രയ്ക്കും ധിക്കാരമോ? നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. എന്താണ് നിന്റെ ഉദ്ദേശം? എവിടേക്കാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്? അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് കാര്യം? ഞാൻ പോകുന്ന സ്ഥലത്തെ കുറിച്ച് നിങ്ങൾ എന്തിന് തിരക്കുന്നു? നീ ധിക്കാരം പറയുന്നു. നീ എങ്ങും പോവാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ വഴി കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് അധികാരം ഇരിക്കുന്നു? എന്റെ അധികാരം ദൈവകൽപിതമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ നിനക്ക് യാതൊരു അവകാശവുമില്ല. എന്റെ സ്വാതന്ത്ര്യത്തിന് തടയുവാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. അങ്ങനെ ചെയ്തിട്ടുള്ളവരെല്ലാം ഞാൻ വകവരുത്തിയിട്ടുണ്ട്. ഉണ്ടായിരിക്കാം, അതൊക്കെ കഴിഞ്ഞുപോയ കഥകളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മനുഷ്യ സംഹാരമെല്ലാം അവസാനിപ്പിച്ചിട്ട് എവിടെയെങ്കിലും പോയി ശാന്തമായി കഴിഞ്ഞുകൊള്ളണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. ഞാൻ നിന്നെ തുണ്ടം തുണ്ടമായി അറുത്ത് ഹോമിച്ചു കളയും. ആട്ടെ, ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിനക്ക് മോചനം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
മോചനം ഞാനത് ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? അതിനുത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു നികൃഷ്ട ജീവിയെ ഇല്ലാതാക്കുന്നതിന് മുൻപ് അവർക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ള സന്ദർഭം അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ദൈവകൽപ്പിതം. ആ ഒരു പരിഗണന നിനക്കും അനുവദിച്ചു തന്നു എന്ന് മാത്രം. ഇല്ലാതാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? അതോ ശാന്ത സ്വരൂപിണിയായി ഈ ലോകത്ത് ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? അതാണ് എനിക്കിപ്പോൾ അറിയേണ്ടത്. വേണ്ട വേണ്ട, ഇനിമേൽ ഞാൻ ആരെയും ഉപദ്രവിക്കാതെ ശാന്തശീലയായി ഇവിടെ കഴിഞ്ഞുകൊണ്ടാവും. അതുപോരാ, യക്ഷികൾ സത്യം ലംഘിക്കാത്തവരാണെന്നും വാക്കുപാലിക്കുന്നവരാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് ദൈവനാമത്തിൽ നീ സത്യം ചെയ്താലേ എനിക്ക് വിശ്വാസമാവുകയുള്ളൂ. സത്യം സത്യം സത്യം, ഞാൻ ആരെയും ഉപദ്രവിക്കാതെ അദൃശ്യമായി ഇവിടെ കഴിഞ്ഞുകൊണ്ടാമെന്ന് ദൈവത്തിന്റെ നാമത്തിൽ ഞാനിതാ സത്യം ചെയ്തു കൊള്ളുന്നു. എങ്കിലതാ അവിടെ ക്ഷേത്രനടയിൽ കാണുന്ന ആ കരിമ്പനയിൽ നിനക്ക് അദൃശ്യയായി വസിക്കാവുന്നതാണ്. നിനക്ക് വേണ്ടുന്ന അന്നവും വെളിച്ചവും അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാരുടെ സാന്നിധ്യം പള്ളിയിലും പരിസരത്തും ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു.